Hi guys, Assalamualaikum. Welcome back to JIYA area. അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇഫ്താർ സ്പെഷ്യൽ ബ്രെഡ് ബോൾസ് ആണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് ബോൾസ് ആണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ബ്രെഡ് സ്ലൈസസ് വേണം. ബ്രെഡിനെ 4 ഭാഗം കട്ട് ചെയ്ത് വെച്ചതാണ്. പിന്നെ ബ്രെഡ് ക്രംസ്, ആവശ്യത്തിന് വെള്ളം, ചിക്കൻ ഇവിടെ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് ബോയിൽ ചെയ്ത് ചെറിയ പീസായി കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് മയോണൈസ്, ഒരു ക്യാപ്സിക്കം, പിന്നെ 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ബൗളിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. പിന്നെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, എടുത്തു വെച്ചിട്ടുള്ള ക്യാപ്സിക്കം, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിലേക്ക് മയോണൈസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 2 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് നല്ല മിക്സ് ചെയ്ത് അതിലെ വെള്ളമൊക്കെ കളയാം. പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടി പോകാതെ നോക്കണം. നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സർ അതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫോൾഡ് ചെയ്ത് ഒരു ബോൾ പോലെ ആക്കിയെടുക്കണം. ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. Till I get up, time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no. ഇപ്പോൾ ഞാനിവിടെ എല്ലാ ബ്രെഡ്സും ബോളാക്കി വെച്ചിട്ടിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ആദ്യം നമുക്കൊരു പാൻ ചൂടാക്കാം. പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത്യാവശ്യത്തിന് ഓയിൽ വേണം. അപ്പോൾ ഓയിലൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബ്രെഡ് ബോൾസ് ഒന്ന് അതിലിട്ട് പൊരിച്ചെടുക്കാം. No, I don't want no rest.
അപ്പോൾ ഇത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രെഡ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.